നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് 18 പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. നല്ലൊരു വാർത്താ ദിനത്തിന് തുടക്കമിടുകയാണ്. ഇന്നത്തെ ദിവസത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതെ, രാഷ്ട്രീയ വാർത്തകൾക്കപ്പുറം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ മനസ്സും കണ്ണും കാതും എല്ലാം നമ്മൾ കോഴിക്കോട്ടേക്ക് എത്തിക്കുന്ന ഒരു ദിവസമാണ്. അതായത് കോഴിക്കോട് കലോത്സവം തുടങ്ങുന്നത് ഒരുപക്ഷെ പ്രേക്ഷകർക്കിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത്തവണത്തെ കലോത്സവത്തിന് വലിയ വലിയ ആവേശക്കാഴ്ചകളുണ്ട്. കാരണം 2 വർഷത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കലോത്സവം. കാരണം നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം അറിയപ്പെടുന്നത് തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കം എന്ന തരത്തിലാണ്. കാരണം അത്ര അധികം കുട്ടികളുടെ, അതായത് കണക്ക് പരിശോധിക്കുമ്പം 239 വേദി, 14,000-ലധികം കുട്ടികളുടെ ഒരു പങ്കാളിത്തം. അത്ര വലിയ, എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇത്ര വലിയൊരു സംവിധാനം ഇങ്ങനെ കുട്ടികൾ എത്തുന്ന കാഴ്ചയില്ല. അപ്പൊ ഇന്നത്തെ ഈ വാർത്താ ദിനത്തിന്റെ ഏറ്റവും ഫോക്കസ് ഈ പറഞ്ഞ കോഴിക്കോടിന്റെ മേളക്കാഴ്ചകളിലേക്കാണ്. 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കോഴിക്കോട് ഇന്ന് തിരി തെളിയുകയാണ്. അത്തരത്തിൽ വളരെ വിപുലമായ, സജിത്തേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കോവിഡിന്റെ ഒരു ഇടവേളയ്ക്ക് ശേഷം വന്നെത്തുന്ന കലോത്സവത്തെ വരവേൽക്കാൻ അത്രത്തോളം വിപുലമായ ഒരുക്കങ്ങൾ തന്നെയാണ് കോഴിക്കോട്ട് ഒരുക്കിയിട്ടുള്ളത്, അല്ലേ? അതെ, ഞങ്ങൾ കലോത്സവ വാർത്തകളിലേക്ക് ആദ്യം വരുന്നില്ല. കാരണം കലോത്സവ വാർത്തകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേക ഒരു സെഗ്മെന്റ് തന്നെ നമുക്കുണ്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് രാവിലത്തെ ഒരു തുടക്കം ആക്കുളം ടൂറിസം വില്ലേജിന്റെ ഭാഗമായ ഒരിടത്താണ്. ഇതാന്ന് കാണാം, ദൂരെ വളരെ പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങളാണ്. രാവിലത്തെ ഒരു മോർണിംഗ് ആംബിയൻസ് അല്ലേ, അതിന്റെ ഒപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്തായാലും മോർണിംഗ് ആംബിയൻസ് ഞങ്ങളുടെ ഒപ്പമുണ്ട്. ഒപ്പം തന്നെ അത്തരത്തിലുള്ള ഒരു ഫ്രഷ്നസ് ഉള്ള വാർത്ത തുടക്കം തന്നെ പ്രേക്ഷകരിലേക്ക് മുന്നിൽ എത്തിക്കാനാണ് ഞങ്ങളുടെ ശ്രമം. എന്തായാലും നമുക്ക് കലോത്സവ വാർത്തകളിലേക്കൊക്കെ ഞങ്ങൾ വിശദമായിട്ട് തന്നെ കടന്നു വരാം. അതിനു മുമ്പ് ഇന്നത്തെ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന വാർത്തകൾ, ഒപ്പം കലോത്സവത്തിന്റെ മറ്റു വിശേഷങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം. സജി ചെറിയനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്താ സംഭവങ്ങളുടെ തുടക്കമുണ്ട്. ശബരിമലയിൽ നിന്നുള്ള ചില വാർത്തകളൊക്കെ ഉണ്ട്. ഇത്തരം വിശേഷങ്ങളിലേക്ക് ഞങ്ങൾ വരാം.